പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് പശ്ചിമ ബംഗാളിൽ ആണ്. ഇവിടെ ഇതാ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളെയും എതിർക്കുമ്പോൾ ഒരുപക്ഷെ കേന്ദ്രത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് ബംഗാളിൽ നിന്നുള്ള പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ആ മമതാ ബാനർജിയെ എങ്ങനെയും തളയ്ക്കുക എന്നതാണ് BJPയുടെ ഇത്തവണത്തെ അജണ്ട. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം, അല്ലേ കാർത്തിക, ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകുന്നു. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി ബംഗാളിൽ എത്തുമ്പോൾ പോലും മമതയെ അത്രമേൽ കടുത്ത് ആക്രമിക്കുകയാണ്. ബംഗാളിലും ആദ്യഘട്ട പോളിംഗിന് കളം ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം നമുക്ക് വളരെ പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുക? സാധാരണഗതിയിൽ പ്രധാനമന്ത്രി മറ്റു സ്ഥലങ്ങളിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങാൻ അവിടുത്തെ ഒരു വ്യാപാരിയുടെ അടുത്ത് കടയിൽ പോകുന്നു, അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നു, ആ സാധനത്തിൽ അവിടെ നിന്ന് ഭക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ ഒപ്പമുള്ളവർക്ക് അത് പങ്കുവയ്ക്കുന്നു. അതായത് വളരെ സാധാരണക്കാരൻ എന്ന ഒരു സ്റ്റേച്ചർ അത് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം BJP എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണമാണത്. SIR മുതലുള്ള വിവാദങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നതും ബംഗാൾ തെരഞ്ഞെടുപ്പിനെ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് മറ്റന്നാൾ നടക്കുന്നത്. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സുവേന്ദു അധികാരി അടക്കമുള്ളവരാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവരൊക്കെ ഈ ജനവിധി ആ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. രണ്ടാം ഘട്ടം 142 മണ്ഡലങ്ങളിലാണ്. ആ 142 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 29-നാണ് തെരഞ്ഞെടുപ്പ്. ഇനി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ 16 ജില്ലകളാണ് ബൂത്തിലെത്തുന്നത്. ഇത് ഏറെക്കുറെ ഒരു അവിടുത്തെ ഒരു സ്വാധീന മേഖല, അതായത് ഓരോ പാർട്ടികൾക്കും അവരുടെ സ്വാധീന മേഖലയിലുള്ള മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ തേയില തൊഴിലാളികളുടെ ഭൂരിപക്ഷം വരുന്ന പ്രദേശമുണ്ട്. അതോടൊപ്പം തന്നെ മൈനോറിറ്റി വോട്ട്സിൻ്റെ ഭൂരിപക്ഷം വരുന്ന പ്രദേശമുണ്ട്. അത്തരത്തിൽ ഓരോ പാർട്ടികൾക്കും അവരുടെ പോക്കറ്റ്സ്, ആ പോക്കറ്റ്സിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ഒന്നാം ഘട്ടത്തിൽ വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. അതിലേതാണ്ട് 59ഓളം സീറ്റുകളിൽ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. BJPക്ക് നിർണായകമാണ്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനും ഏതാണ്ട് 92 സീറ്റുകൾ, അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ കേന്ദ്ര സർക്കാർ എത്രത്തോളം സംസ്ഥാന സർക്കാരുകളെ കഴുത്തുമുറുക്കുന്നു, കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ബംഗാളിലും ചർച്ചയായത്. പക്ഷേ അപ്പോഴും ബംഗാളിൽ 15 വർഷമായി ഭരണം തുടരുന്ന മമതാ ബാനർജി, ആ ബ്രാൻഡ് മമത തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിലും അവരുടെ ഐക്കൺ. ഒപ്പം അഭിഷേക് ഫാക്ടർ, താഴെത്തട്ടിൽ ഐപാക് അടക്കം ഉള്ള കമ്പനികളുടെ സഹായത്തോടെ സസൂക്ഷ്മമുള്ള ഒരു മൈക്രോ മാനേജ്മെൻ്റ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അഭിഷേകിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഒരു ബൂത്തിൽ 20 പേരടങ്ങുന്ന വാർ റൂം എന്ന തലത്തിൽ തന്നെ 15,000 താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വളരെ മുമ്പേ ആരംഭിച്ചിരുന്നു. അതായത് ഒരുപക്ഷെ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു വരവ് അസാധ്യമാണ്. കാരണം ഐപാക്കിനെ അടക്കം പൂട്ടുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. മറുവശത്ത് BJP ആയതുകൊണ്ട് തന്നെ വളരെ കരുതലോട് കൂടിയാണ് ഓരോ ഘട്ടത്തിലെയും പ്രചരണം എന്നത് ശ്രദ്ധേയമാണ്. നേർക്കുനേർ പോരാട്ടം, ഒരുപക്ഷെ കേന്ദ്രവും ബംഗാളും തമ്മിലൊരു നേർക്കുനേർ പോരാട്ടം. ആ പോരാട്ടത്തിൽ ബംഗാളിൻ്റെ കാവലാളെന്ന പ്രതീതി വെച്ചുകൊണ്ട് മമതാ ബാനർജി മുന്നിൽ നിന്ന് നയിക്കുന്നു. ആ ഒരു നരേറ്റീവ് അവിടെ കൊണ്ടുവരാൻ എന്തായാലും തൃണമൂൽ കോൺഗ്രസിന് ഈ ഘട്ടം വരെ സാധിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വോട്ടാകും എന്നതാണ്. അതുമാത്രമല്ല, ഒരുപക്ഷെ മോദിക്ക് എതിരായ ഒരു ബ്രാൻഡായി ഉയർത്തി കാണിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിലെ മുഖം രാഹുൽ ഗാന്ധിക്ക് പകരം പോലും ഉയർന്നു കേട്ടിരുന്ന പേരുകളിൽ ഒന്നാണ് മമത. എന്ത് തന്നെയാണെങ്കിലും അതിനപ്പുറത്ത് BJP അവിടെ കളം നിറയാനുള്ള, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ് കാർത്തിക. പക്ഷേ അവർക്ക് ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നില്ല. ഇത്തവണ അങ്ങനെയാണോ സാഹചര്യം? ഇത്തവണ ബ്രാൻഡ് മോഡി കൂടി ബംഗാളിൽ BJP അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് വളരെ മുമ്പേ തന്നെ സസൂക്ഷ്മമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്തിയിരുന്നു. അതായത് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു ബൂത്തിൽ 250ഓളം വോട്ടർമാരെങ്കിലും പുതിയതായി ചേർക്കുക. നിങ്ങൾ 15 പേരെ ചേർത്താലും കുഴപ്പമില്ല, 15 മുതൽ 250 വരെ ചേർക്കാൻ ശ്രമിക്കുക. അതായത് SIR ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സ്റ്റേറ്റ് കൂടിയാണ്. SIR ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്റ്റേറ്റിൽ 2500 മുതൽ 6000 വോട്ട് വരെയെങ്കിലും ഒരു മണ്ഡലത്തിൽ അധികം ചേർക്കാൻ ഉള്ള ശ്രമങ്ങൾ വളരെ BJPക്ക് അനുകൂലമാകുന്ന തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ അതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. മാത്രമല്ല, അതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ അതവിടെ സജീവമായ ചർച്ചയാക്കി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ അല്പം മുമ്പ് അമിത്ഷാ അവിടെ സംസാരിക്കുമ്പോഴും വനിതാ സംവരണ ബില്ലിൽ സ്വീകരിച്ച നിലപാട്
ഇതടക്കമാണ് ചർച്ചയാക്കുന്നത്. സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ അത് അതിൻ്റെ ഹൈ വോൾട്ടേജിലേക്ക് എത്തിക്കുകയാണ് അവസാന മണിക്കൂറുകളിൽ. പ്രത്യേകിച്ച് മമതാ ബാനർജിക്ക് വലിയ സ്വാധീനമുള്ള സ്ത്രീ വോട്ടർമാർ, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മേഖലകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പോയിന്റഡ് ക്യാമ്പയിനാണ് BJP നടത്തിയതെന്ന്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന രണ്ട് ബ്രാൻഡുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയാം. ഒരു ഭാഗത്ത് മമത, മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.